Honey. എന്താ അമ്മ? പൊന്നുമോനെ, മോനിതിന് കൂട്ടു നിൽക്കരുത്. ഈ കോളനി സ്ഥലം ഒഴിപ്പിക്കാൻ പൊന്നുമോനെ നീ കൂട്ടു നിൽക്കരുത്. ഇതെന്റെ സ്ഥലമാണ്. എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കെട്ടി തന്നതാണ് ഇതൊക്കെ. മരിക്കുന്നത് വരെ ഇതൊക്കെ കണ്ടു കഴിയാലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്റെ മോന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോന്നത്. ഇപ്പൊ ഇതൊക്കെ ഇടിച്ചു പൊളിക്കാൻ പോണെന്ന് കേട്ടപ്പോ ഉമ്മാടെ ചങ്കാട് പോലെ പൊളിയരുത്. മോൻ കണ്ടിട്ടുണ്ടാ എന്റെ മൂസാനെ? ഇല്ല. ഇതാണ് ഇതിലുണ്ട് അവന്റെ സ്ഥലവും അഡ്രസ്സും ഒക്കെ. മോൻ അവനൊരു എഴുത്തെഴുതണം, ഉമ്മാനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. ഉമ്മാക്ക് ഇനി പോവാൻ വേറെ ഒരു ഇടവും ഇല്ലെന്ന് മോൻ അവനോട് പറയണം. ഇത് കണ്ട മോനന്ന് തന്ന വാടക 50 ഉറുപ്പ്യ. ഇതും വന്ന് ഇതുപോലെ കൊണ്ട് നടക്കുക. ഇതിന്റെ കുടുംബക്കാരിയായ ഉമ്മാക്ക് ജീവിതത്തിന് ആകപ്പാട് കിട്ടിയ വാടകയാണ്. ഒന്ന് വേഗം വന്നേ. എന്താ? ഒന്നിങ്ങോട്ട് വരാൻ. ഇന്നലെ രാഹേലിന്റെ അറിയത്തായിരുന്നു കിടപ്പ്. പാതിരായ്ക്ക് അവരെ തട്ടി വെള്ളം ചോദിച്ചപ്പോ പോയി പൈപ്പിന്റെ എവിടെന്ന് കുടിക്കാൻ പറഞ്ഞു. ആ വരവാ. എന്നിട്ട് ഇതെന്തിനാ ഇങ്ങനെ ചെളി കിടത്തിയിരിക്കുന്നത്? ഒന്ന് പിടിച്ചേ. അതോ സ്വാമി വേണ്ട, തൊട്ടു പോരുന്ന റാവുത്തർ പറഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ ഒന്ന് അവരെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ട് പോയിക്കോട്ടെ. അതിനാളുകൾ കടത്തിരിക്കുന്നത്. വേണ്ട സ്വാമി, വെറുതെ കുഴപ്പമില്ലല്ലോ. ഈ കാണുന്നതിന്റെയൊക്കെ ഉടമസ്ഥയായ സ്ത്രീ ഒരു കാലത്ത് രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഇവരെ വെറും അനാഥ പ്രയത്തെ കൊണ്ടുപോകും പോലെ വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർക്കൊരു അവകാശമുണ്ട്. അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും ഈ സ്ത്രീ പ്രസവിച്ച മകനാണത്. ആ മകൻ വന്ന് കൊണ്ടുപോകണമെന്ന് ഈ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നേ പറ്റൂ. ആ സേട്ടു എവിടെ ആയാലും, അയാൾ എത്ര വലിയ കൊലകൊമ്പനായാലും ശരി, അയാളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അതുവരെ ഈ ശരീരം ഇവിടെ ഉണ്ടാവണം. ഒരു മുനിസിപ്പാലിറ്റിക്കാരനും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ഞാൻ പോയി കൊണ്ടുവരട്ടെ. പിന്നെ ഇവിടുന്ന് 3 മയ്യത്തെടുക്കേണ്ടി വരും. തള്ളയുടെയും മകന്റെയും പിന്നെ ഇവന്റെയും.
എന്താ? ഞാൻ കൊച്ചിന്ന് വരിക, മൂസ സേട്ടുവിനെ ഒന്ന് കാണണം. അതിന് സേട്ടൊക്കെ ഇവിടുന്ന് പോയിട്ട് കാലത്രയായി. എന്താ? സേട്ടു വേറെ ആൾക്ക് വിറ്റിട്ട് പോയി. അവരെ ഇപ്പൊ ഇവിടെ താമസിക്കണേ. അപ്പൊ സേട്ടുവോ? അകത്ത് സാറിനോട് ചോദിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റും. സാറോ? താനെന്താ ഇവിടെ? ഇത് സാറിന്റെ വീടാണോ? അതെ. എന്താ? ഒന്നുമില്ല, എനിക്ക് ആ മൂസ സേട്ടുവിനെ ഒന്ന് കാണണം. ഇന്നലെ രാത്രി അയാളുടെ ഉമ്മ മരിച്ചു. അതിന് തനിക്കെന്താ? അതും പറഞ്ഞ് താൻ എന്തിനാ നടക്കുന്നത്? എനിക്ക് അയാളെ അങ്ങോട്ട് കൊണ്ടുപോകണം. താൻ എന്ത് മണ്ടത്തരായി കാണിക്കുന്നത്? ഇത്രയും കാലം കോളനിക്കാരെ കയ്യിൽ നിന്ന് സേട്ടുവിനെ രക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം എനിക്കറിയാം. അയാൾ ആരാ, എന്താ, എവിടെയാണെന്നുള്ള ഒരു വിവരവും കോളനിക്കാർക്ക് ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അങ്ങോട്ടാണോ താനിപ്പോ അയാളും കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്? സാർ, ഞാൻ പറയുന്ന ഒന്ന്. താനൊന്നും പറയണ്ട. ഇപ്പൊ കോളനിക്കാർ മുഴുവൻ നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സമയമാ. താൻ അയാളെ ഇപ്പൊ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ഒക്കെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാർ, ഒന്നും നശിക്കില്ല. അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയില്ല. സാർ, ദയവ് ചെയ്ത് പറ സാർ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? സാറിന് അറിയാം. അറിയാം, പറയാൻ മനസ്സില്ല. താൻ പോയേ. ശരി, ഇനി അവിടെ എന്തൊക്കെ നശിച്ചാലും എനിക്കൊന്നുമില്ല. എന്റെ അമ്മയെ പോലെ ഒരു അമ്മയുടെ ജഡമാ അവിടെ അവകാശം കാത്ത് കിടക്കുന്നത്. മൂസ സേട്ട് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ അവിടെ കൊണ്ടുപോയിരിക്കും. അതെ, ഈ പള്ളിയിൽ ഒരു മൂസ സേട്ട് വരാറുണ്ടോ? മൂസ സേട്ടു? ആ. അതാരാണ്? കൊച്ചിയിൽ വാടക കെട്ടിടങ്ങളും പാണ്ഡികശാലയൊക്കെ ഉള്ള ആലപ്പുഴക്കാരനൊരു മൂസ സേട്ടു. മൂസ സേട്ടു ഇവിടെ ഉണ്ട് ആരാ പറഞ്ഞത്? ഞാൻ അയാൾ താമസിച്ചിരുന്ന വീട്ടിലും കച്ചവടം നടത്തിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു. അവരാ പറഞ്ഞ പള്ളികളെ അന്വേഷിച്ച് അറിയാവുന്ന. പിടി കിട്ടണില്ലല്ലോ മോനെ. ഏതായാലും ഈ പള്ളിയിൽ വരാറില്ല. അതെ, ഒന്ന് നിന്നേ. ദേ, ഇതാള്. അല്ല, ഇത് ഞമ്മളെ കോട്ടുമുക്കറിയല്ലേ? ഇയാൾ ഇങ്ങനെയായ? ആര്? കോട്ടുമുക്കറി. പള്ളിയിൽ ഹൗന്ന് കഴുകണയും ബാങ്ക് വിളിക്കുകയും ചെയ്യുന്ന കോട്ടുമുക്കറി. ആ, ദേ വരണ കോട്ടുമുക്കറി. ഇതിച്ചെല്ലാം കൊണ്ട് ഇടങ്ങാനായില്ല. ഓടാൻ ഓടാൻ ഓടാനാ പറഞ്ഞത്. ഓടെ മൂസ സേട്ടു. ഞാൻ മൂസ സേട്ടുവിനെ കാണാൻ വന്നത് കൊച്ചിന്ന്. ഞാൻ മൂസ സേട്ടു അല്ല. മൂസ സേട്ടു മരിച്ചുപോയി. ആർക്കാ ഇപ്പൊ മൂസ സേട്ടുവിനെ കാണേണ്ടത്? പോയി ആ വക്കീലിനെ ചെന്ന് കാണ്. അയാളാ ഇപ്പൊ സേട്ടു. എന്റെ കയ്യിൽ ഒന്നുമില്ല, സ്വന്തം പേര് പോലുമില്ല. കേസ് നടത്തി മൂസ സേട്ട് പാപ്പനായി. കേസ് വാദിച്ച വക്കീൽ കോടീശ്വരനുമായി. ചിരിക്കണ്ട, നീ ചിരിക്കണ്ട. മോളിലിരുന്ന് നീ കളിക്കണ കളിയില് പെറ്റുമ്മ പോലും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ? പിന്നാണോ കൊത്തുമ്പടമൊക്കെ? പോട്ടെന്ന്, എല്ലാം അങ്ങോട്ട് പോട്ടെ. പക്ഷേ എന്റെ ഉമ്മ അവസാനത്തെ തരി മണ്ണും കൈവിട്ടു പോകാൻ പോടുന്നറിഞ്ഞപ്പോ അതാർക്കും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് അവിടെ പോയി കാവല് കിടക്കുകയാണ് എന്റെ ഉമ്മ. എന്നാലും സാരമില്ല, ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ. ഉമ്മാടെ മോനെ കുട്ടികള് കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ. അത് മതി, ആ ഒരു സമാധാനം മാത്രം മതി. ചേട്ടു, ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു. ഞാൻ സേട്ടുവിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന്. മുക്കറി ബാങ്ക് വിളിക്കാൻ നേരമായിട്ടാ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله സംശയിക്കേണ്ട റാവുത്തരെ, ഇത് തന്നെയാണ് നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മൂസാസേട്ടു. കോടീശ്വരൻ, ദുഷ്ടൻ, സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന് നിങ്ങൾ പറയണ മഹാദുഷ്ടൻ. പൊറുക്കില്ല, ദൈവം പോലും പൊറുക്കില്ല. അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ എല്ലാരും കൂടെ ഈ ഉമ്മയോടും മോനോടും ചെയ്തത്. ഇതൊന്ന് പിടിച്ചേ. തുടരുത്. അമ്മ ഞാൻ പറ തൊട്ടു പോകരുത് തന്നെ. തൃപ്തിയായിടാ എനക്ക്. എങ്ക പോനാലും ബ്രാഹ്മണനാ இருக்கணும்னு சொல்லி அனுப்பிட்டு இப்போ போதும். இവിടുത്തെ வேலையும் வேண்டாம், அவரு மண்ணாங்கட்டியும் வேண்டாம். வேற வண்டி எதுக்கு நீ அவனை கூப்பிடுறாய்? உன்னை கொள்ளி வைக்கிறதுக்கா இல்ல அவனை கொண்டு போய் கொள்ளி வைக்கிறதா? மிண்டது கண்டவன் சவத்தை எல்லாம் தூக்கி அசுத்தம் பண்ணிட்டு வந்து நிக்கிறியே, நீ ஒரு பிராமணடா நாயே. என்ன மாமா நீ இப்படி எல்லாம் பேசுற? ஒரு பிராமணன் ஒரு உண்மையோட ஜனம் தோல் லேட்டா மாற இடிஞ்சு விழுவா. பாத்தியா நீ பாத்தியா? செஞ்ச தப்பு கூட அவனுக்கு தப்பா தெரியுது. பாரு, உன் உடல்ல கிடக்குது பூணுல புண்ணாக்கா. போதும்டா போதும். நான் உனக்கு மாமனும் இல்ல, நீ எனக்கு மருமகனும் இல்ல. போடா போய் தொலை. கிருஷ்ணமூர்த்தி, எதுக்குடா இந்த வேலை? விட்டுட்டு வந்துடுறா. தஞ்சாவூர்ல നിങ്ങളുടെ കേസ് ജയിച്ചു. உன் அப்பாவோட சொத்து, ரிஷிஸ்தலம், தோட்டம் எல்லாம் திருப்பி கிடக்கிறதுக்கு கோടതി விதி வந்தாச்சு. ஆமாண்டா ஆமா. നിന്നെ കൊണ്ട് തഞ്ചാവൂരിലേക്ക് പോകാൻ വന്നതാ മാമി. ഇപ്പൊ തന്നെ പോവാം. വാടാ പോകാടാ. ഇല്ലടാ പട്ടാഭി, ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല. ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തീർക്കാതെ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. അപ്പോ ഞാൻ വിളിച്ചാലും നീ വരില്ല അല്ലേ? അമ്മ എന്നെ ശപിക്കരുത്. ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ വന്നാൽ ഇവിടെയുള്ള ഒരുപാട് പേരുടെ ശാപം എനിക്കുണ്ടാവും. അമ്മ പൊയ്ക്കോളൂ. ഇതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം. വേണ്ടടാ, നീ വരണ്ട, ഒരിക്കലും വരണ്ട. നിന്നെ ഇനി കാണുക വേണ്ട. ഈ അമ്മയ്ക്ക് ശിവരാമ വണ്ടിയിലേറ്. വണ്ടിയിലേ. അമ്മ അമ്മ വണ്ടി ഇടോ. അമ്മ